ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ മരുന്നുകൾക്കായി നമുക്ക് എങ്ങനെ വൈൻ ഉണ്ടാക്കാൻ സാധിക്കും, ഔഷധ ഗുണമുള്ള വൈനുകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയാണ് ഈസ്റ്റ് ലൈനി ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ രുചികരമായ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് ഈസ്റ്റ് ലൈനി ഉപയോഗിച്ചുകൊണ്ട് നമുക്കുണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നായ വൈന്, ടോണിക് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈനുകൾ, അതിൻ്റെ നിർമ്മാണം എങ്ങനെ നടത്താം, അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പോഷകഗുണ സമ്പന്നങ്ങളാൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് വൈന്. ഒരു പഴത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും എല്ലാ പോഷക മൂല്യങ്ങളും ഉൾപ്പെടുന്ന ഉൽപ്പന്നം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് വൈനാണ്. അതുണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ പോലും നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന, പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനവും ഉൾപ്പെടുകയുമില്ല. വൈനുണ്ടാക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ലഹരിക്കായി ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്തുള്ള പോഷക മൂല്യങ്ങൾക്കായിട്ട് ഒരു ടോണിക്കായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് വൈൻ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മരുന്നുകൾക്കായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വൈനുകളെ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട വൈനുകളായിട്ട് ഞാൻ കാണുന്നത് ഒന്ന് ചക്കയുടെ വൈനാണ്, ചക്കപ്പഴത്തിൽ നിന്നുണ്ടാക്കാൻ സാധിക്കുന്ന വൈനാണ്. രണ്ടാമത് ജാതിക്കയുടെ പുറന്തോടിൽ നിന്നുണ്ടാക്കുന്ന സാധനമാണ്. ജാതിക്കയുടെ പുറന്തോട് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന സാധനമാണ്. ആ സാധനത്തിൽ നിന്ന് എങ്ങനെ ഔഷധ ഗുണമുള്ള മരുന്നുകൾ സമ്പന്നമായ വൈനുണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു സാധനം, കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന, കൊളസ്ട്രോളിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ട് മരുന്നായിട്ട് മാറിയിരിക്കുന്ന ഇലിമ്പിക്ക എന്ന് പറയുന്ന, പുളിഞ്ചിക്ക എന്ന് പറയുന്ന, ഇരുമ്പുളി എന്ന് പറയുന്ന ഇലിമ്പിക്ക ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന വൈന്. ഈ മൂന്ന് രീതിയിലുള്ള വൈനുകൾ മാത്രമേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല രോഗങ്ങൾക്കും പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കുന്ന, മരുന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ മൂന്ന് സാധനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ചക്കയിൽ നിന്നുണ്ടാക്കുന്ന വൈന്, എയ്ഡ്സ് അതുപോലെ തന്നെ ക്യാൻസർ, ഈ രണ്ട് രോഗങ്ങൾക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ സാധിക്കുന്ന വൈനാണ്. അതിൻ്റെ അടുത്ത സാധനമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ജാതിക്കയാണ്. ജാതിക്കയിൽ നിന്ന് നമ്മൾ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന ജാതിക്കയുടെ പുറന്തോട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്റ്റൊമക്ക് അപ്സെറ്റിനുള്ള, വയറ്റിലെ അസ്വസ്ഥതകൾക്കുള്ള ഏറ്റവും നല്ല മരുന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന വൈൻ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള കാര്യം. അതിലൊക്കെ പ്രധാനപ്പെട്ടത് ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും കൂടുതൽ അനുഭവിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊളസ്ട്രോൾ എന്നുള്ള അസുഖം. കൊളസ്ട്രോൾ അസുഖമാണ് എന്ന് പറയുകയില്ല, കൊളസ്ട്രോള് ഒരു രോഗലക്ഷണമാണ്. ഇപ്പോൾ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്ന് ഇലിമ്പിക്കയാണ്. എന്നാൽ ഇലിമ്പിക്ക എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയാൻ പാടില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മളെല്ലാം ഇലിമ്പിക്ക കഴിക്കാൻ പാടില്ല എന്നുള്ള ധാരണയിലേക്ക്, പ്രത്യേകിച്ച് നമ്മളെ മെഡിക്കൽ ലോബികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇലിമ്പിക്ക മിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു തകരാറും ആരിലും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള വസ്തുത.
അത് വൈനിലേക്ക് വരുമ്പോൾ വൈൻ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കുന്നില്ലാത്ത സാധനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വൈൻ തികച്ചും സുരക്ഷിതമാണ്. അങ്ങനെ സുരക്ഷിതമായതുകൊണ്ടാണ് കൊളസ്ട്രോളിനുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്നായിട്ട് കൊളസ്ട്രോൾ നിവാരണി എന്നുള്ള പേരിൽ ഇലിമ്പിക്കയിൽ നിന്നുള്ള ഇരുമ്പമ്പുളിയിൽ നിന്നുള്ള വൈൻ പരക്കെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 രോഗങ്ങൾ, ഒന്ന് നമ്മുടെ ക്യാൻസറിനുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്ന ചക്ക, 2 വയറ് സംബന്ധമായ അസ്വസ്ഥതകൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന ജാതിക്കയുടെ പുറന്തോട്, 3 ഇരുമ്പമ്പുളി ഉപയോഗിച്ച് ഇലിമ്പിക്ക ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കൊളസ്ട്രോളിനുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്ന്. ഈ പരിശീലനങ്ങളെല്ലാം ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കേരളത്തിലെ ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ മാതൃസ്ഥാപനമായ സ്വദേശിയുടെ പേരന്റ് ബോഡിയായ ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് 1998 മുതൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മളൊരു പരിശീലനം നേടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ പരിശീലനം പ്രൊഫഷണൽ ആയിരിക്കണം. പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള് പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും തൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. പരിശീലകൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചില കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പിടിച്ചു വയ്ക്കുമ്പോൾ, അദ്ദേഹം പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം, അത് ഉൽപ്പന്ന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യുന്നതിന് വേണ്ടി പോകുന്ന ആൾക്കാരിൽ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ ഒരിക്കലും ശരിയാകില്ല. എല്ലായ്പ്പോഴും അത് കേടായി പോയിക്കൊണ്ടിരിക്കുന്നു, അതിന് ഗുണനിലവാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിശീലനം കിട്ടിയിരിക്കുന്ന ആളുകൾ ആ ഉൽപ്പന്ന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവർ ആ പ്രവർത്തനം നിർത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. ആ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ടാണ് ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് 1998 പ്രവർത്തനം ആരംഭിച്ച സമയത്ത് തന്നെ ഉൽപ്പന്ന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആയിട്ടുള്ള പരിശീലനം കൊടുക്കുകയും അതോടൊപ്പം തന്നെ പരിശീലനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ആ ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ ഉൽപ്പന്ന നിർമ്മാണ കിറ്റുകളും അതിനാവശ്യമായ സഹായങ്ങളും, ആവശ്യമായ സഹായങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ആ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ഗുണനിലവാരം ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ പറഞ്ഞു കൊടുത്ത് പരിഹരിക്കേണ്ട ആവശ്യമുണ്ട്. അതിനൊരു ലേബലിംഗ് ആവശ്യമുണ്ട്, ആകർഷകമായ ലേബലിംഗ് ആവശ്യമുണ്ട്. അതിൻ്റെ പാക്കിംഗ് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ അതിന് വിലയിടുന്ന കാര്യവും പ്രൈസിങ്, അതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് സ്വദേശി എന്ന പേരിൽ ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആരംഭിച്ചിരിക്കുന്ന 98 മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ സ്ഥാപനം. ഇപ്പം പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് ഫോൺ നമ്പറും അതിൻ്റെ വിശദാംശങ്ങളും ഈ വീഡിയോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അതിൽ പോയി നിങ്ങൾക്ക് പരിശീലനം നേടുന്ന, പ്രൊഫഷണൽ ആയിട്ടുള്ള പരിശീലനം നേടുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. ഞാനിവിടെ സൂചിപ്പിച്ചത് മരുന്നുകൾക്കായി നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായ സാധനങ്ങൾ, ചക്ക, ജാതിക്ക, പുളിഞ്ചിക്ക അല്ലെങ്കിൽ ഇലിമ്പമ്പുളി, ഈ 3 സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഔഷധ ഗുണമുള്ള, പോഷക ഗുണമുള്ള വൈൻ ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ വൈൻ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം ഈസ്റ്റാണ്. വൈൻ ഉണ്ടാക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1 ചക്ക, 2 ജാതിക്ക, 3 ഇരുമ്പുപൊടി. വൈനുകളെല്ലാം ഉണ്ടാക്കുന്ന ഒരേ രീതിയിൽ തന്നെയാണ്. വൈന് ഉണ്ടാക്കുന്നതിന് ഞാൻ സൂചിപ്പിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഈസ്റ്റ് തന്നെയാണ്. ഫെർമെന്റേഷൻ നടത്തുന്ന, പുളിപ്പിക്കൽ പ്രവർത്തനം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഈസ്റ്റാണ്.
ആ ഈസ്റ്റ് ലായനി നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് സാധാരണഗതിയിൽ അവരുണ്ടാക്കുന്ന വൈൻ അത് കേടാകാതെ കാലങ്ങളോളം നിലനിൽക്കും. വൈൻ കേടാകുന്ന സാധനമല്ല. ഈസ്റ്റ് ലായനി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായിട്ട് വരുന്ന പഞ്ചസാരയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ആൾക്കാർ പഞ്ചസാര ഇഷ്ടപ്പെടുന്നില്ലാത്തവർ, പഞ്ചസാര ഉപയോഗിക്കുന്നില്ലാത്തവർ, അല്ലെങ്കിൽ പഞ്ചസാരക്കെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവർ പഞ്ചസാര ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിനു പകരം അവർക്ക് ശർക്കര ഉപയോഗിക്കാം. അപ്പൊ ശർക്കര വലിയ ദോഷമുണ്ടാക്കുന്ന സാധനമല്ലാത്തത് കൊണ്ട് തന്നെ ശർക്കര ഉപയോഗിച്ച് വൈൻ ഉണ്ടാക്കുന്ന സമയത്ത്, ഔഷധ ഗുണമുള്ള വൈൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ പേടിക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വൈൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, നമ്മൾ ഉൽപ്പന്ന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനകത്ത് ചേർത്തുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ അകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. ഫെർമെന്റേഷൻ നടക്കുന്ന സമയത്ത്, പുളിപ്പിക്കൽ പ്രവർത്തനം ആരംഭിക്കുന്ന സമയം മുതൽ അത് പൂർണ്ണമാകുന്ന സമയം വരെ അതിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ആ സാധനങ്ങളുടെ രൂപത്തിൽ മാറ്റം വന്ന് അത് പുതിയൊരു ഉൽപ്പന്നമായിട്ട് മാറുകയാണ്. അങ്ങനെ പുതിയൊരു ഉൽപ്പന്നമായിട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഉണ്ടായി വരുന്ന ആൽക്കഹോളാണ്. അപ്പോൾ ആൽക്കഹോളായിട്ട് നമ്മൾ ഇരുമ്പം പുളിയും, അതുപോലെ തന്നെ ജാതിക്കയുടെ പുറന്തോടും, അതുപോലെ തന്നെ ചക്കയുടെ പഴവും ഇതെല്ലാം മാറ്റപ്പെടുന്നത് കൊണ്ട് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി, പുളിപ്പിക്കലിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഫെർമെന്റേഷനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ രൂപവും ഭാവവും മാറും. ആ പഞ്ചസാര വൈനായിട്ട്, ആൽക്കഹോളായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര വൈൻ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. മറിച്ച് പഞ്ചസാര ഞാൻ യാതൊരു കാരണവശാലും ഉപയോഗിക്കില്ല എന്ന് കരുതുന്ന ആൾക്കാർക്ക് അവർക്ക് അതിന് പകരം ശർക്കര ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്ന സമയത്ത്, അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അളവാണ്. പഴുക്കുന്ന സമയമായിരിക്കും ഇലിമ്പിക്ക, അല്ലെങ്കിൽ നന്നായിട്ട് മൂത്ത് പൊട്ടുന്ന സമയമായിട്ടുള്ള ജാതിക്കയുടെ പുറന്തോട്, അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്തിരിക്കുന്ന ചക്കപ്പഴം. അതിൻ്റെ അകത്തെ പഴം മാത്രം നമ്മൾ എടുത്ത് അതിൻ്റെ തൂക്കം കണ്ട് അത് 1 കിലോയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ചേർക്കേണ്ട സാധനങ്ങൾ 5 ഗ്രാം ഈസ്റ്റാണ്. 5 ഗ്രാം ഈസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈസ്റ്റ് ലായനി. ഈസ്റ്റ് വെറുതെ ഇടുക അല്ല വേണ്ടത്. ഈസ്റ്റ് ലായനി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വൈൻ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാവൂ. അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് ചേർക്കുന്നത് 3/4 കിലോ പഞ്ചസാരയാണ്, അല്ല 3/4 കിലോ ശർക്കരയാണ്. അപ്പോൾ 1 കിലോ പഴത്തിന് 5 ഗ്രാം ഈസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈസ്റ്റ് ലായനിയും 3/4 കിലോ പഞ്ചസാരയുമാണ് വൈൻ നിർമ്മാണത്തിന് എടുക്കേണ്ടത്. അപ്പോൾ വൈൻ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ 3/4 കിലോ പഞ്ചസാര എടുക്കണമെന്ന് പറയുമ്പോൾ ആ പഞ്ചസാരയുടെ അളവിൽ ചില സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റക്കുറച്ചിൽ വരുത്തേണ്ട ആവശ്യമുണ്ട്. കൂട്ടേണ്ട, അളവ് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കൊളസ്ട്രോളിനുള്ള മരുന്ന് നമ്മൾ പുളിഞ്ചിക്കയിൽ നിന്നുണ്ടാക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവ് 1/2 കിലോയിലേക്ക് കൊണ്ടുവരണം. എങ്കിലേ കൊളസ്ട്രോൾ നിവാരണിയായിട്ട് പുളിഞ്ചിക്കയുടെ വൈൻ ഉപയോഗിക്കുന്ന ഒരാളിന് അത് വായിൽ മധുരം അനുഭവപ്പെടാതിരിക്കും. ഏത് പഴമാണ് എടുക്കുന്നതെങ്കിലും ആ പഴം തിളപ്പിച്ച് അത് നന്നായിട്ട് ഉടച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ ഫെർമെന്റേഷൻ ആരംഭിക്കുന്നതിന് വളരെ പെട്ടെന്ന് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഫെർമെന്റേഷൻ സാവകാശമേ ആരംഭിക്കൂ. ആ സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാധനം പൂത്തുകെട്ട് പോവുകയും ചെയ്യും. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ സാധനങ്ങളും ആദ്യം അണുക്കളില്ലാത്ത സാധനങ്ങളായിട്ട് അതിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി അത് തിളപ്പിക്കണം, നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ലയിപ്പിക്കാം, അല്ലെങ്കിൽ ശർക്കര ലയിപ്പിക്കാം. അങ്ങനെ പഞ്ചസാര ശർക്കര ലയിപ്പിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ഉടയ്ക്കേണ്ട കാര്യമുണ്ട്. ഉടയ്ക്കുന്നതിന് വേണ്ടി സ്റ്റെറിലൈസ് ചെയ്ത് നമ്മുടെ കൈകൾ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ മിക്സിക്കകത്തിട്ട് അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഉടഞ്ഞു കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഫെർമെന്റേഷൻ ആരംഭിക്കൂ. പെട്ടെന്ന് ഫെർമെന്റേഷൻ ആരംഭിച്ചില്ല എങ്കിൽ
അത് പൂപ്പലുണ്ടായി കേടായി പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ലൈന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം അത് മൂടിക്കെട്ടി വയ്ക്കാം. 21 ദിവസമാണ് മൂടിക്കെട്ടി വയ്ക്കേണ്ട സമയം. 21 ദിവസം കഴിയുമ്പോൾ അത് അരിക്കാം. അരിച്ച് അതിനകത്ത് ചണ്ടികൾ മുഴുവൻ മാറ്റിയതിന് ശേഷം അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കുക. ഒരു പ്രാവശ്യം കൂടി ഒരാഴ്ചക്കകം ഒരു പ്രാവശ്യം കൂടി അരിക്കുക. അന്നേരം അത് നന്നായിട്ട് തെളിഞ്ഞ ദ്രാവകമായിട്ട് മാറിക്കോളും. സാധാരണഗതിയിൽ സെഡിമെൻറ്റേഷന് വേണ്ടിയിട്ട് മറ്റു പല സാധനങ്ങൾ ചേർക്കുന്നതിന് വേണ്ടി ഉപദേശിക്കാറുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ സെഡിമെൻറ്റേഷന് വേണ്ടി ഒരു സാധനം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതൊരു 3-4 ദിവസം കഴിയുമ്പോൾ അത് തനിയെ അതിൻ്റെ അടിയിലേക്ക് അതിൻ്റെ മട്ട് അടിഞ്ഞുകൊള്ളും. അപ്പോൾ അങ്ങനെ നമ്മൾ അരിക്കുന്ന സമയത്ത് നമ്മൾ ആ തോർത്ത് കൊണ്ടാണ് അരിക്കേണ്ടത്. തോർത്ത് ആദ്യത്തെ പ്രാവശ്യം അരിക്കുമ്പോൾ ഒരു ലെയറാണ്. രണ്ടാമത്തെ പ്രാവശ്യം അരിക്കുമ്പോൾ അത് 2 ലെയർ ഇട്ട് അരിക്കേണ്ട ആവശ്യമുണ്ട്. ഇത്തരത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന സാധനം 21 ദിവസം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കകം വീണ്ടും ഒന്നുകൂടി 2 ലെയർ ഇട്ട് അരിച്ച് നമ്മൾ കുപ്പികളിൽ നിറച്ച് വയ്ക്കാം. ആ സാധനം ഒരിക്കലും കേടാകില്ല. മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിലുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം കഴിക്കുന്നതിന് ഒരളവുണ്ട്. അത് 1 ഗ്ലാസ് കഴിക്കാം. അങ്ങനെയുള്ള ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വൈന് പകരം നമുക്ക് മരുന്നിന് പകരം അത് ലഹരി ഉണ്ടാക്കുന്ന സാധനമായിട്ട് മാറും. കൊളസ്ട്രോൾ നിവാരണിയാണ് എങ്കിൽ അത് 15 ദിവസക്കാലം 30 ml വീതം കഴിക്കേണ്ട, വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് കഴിക്കേണ്ട സാധനമാണ്. ജാതിക്ക ടോണാണെങ്കിൽ, ജാതിക്കയുടെ പുറന്തോടിൽ നിന്നുണ്ടാക്കുന്ന സാധനമാണെങ്കിൽ അത് നമുക്ക് വയറ്റിൽ എപ്പോൾ അസ്വസ്ഥത തോന്നുന്നതോ ആ സമയത്ത് മാത്രം ഒരു നേരം കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു നേരം കൂടെ കഴിക്കാം. ചക്കയുടെ ടോണാണ് എങ്കിൽ, ചക്കയുടെ വൈനാണ് എങ്കിൽ അത് എല്ലാ ദിവസവും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്നത് ഉത്തമമാണ്. തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മാസത്തിൽ ഒരാഴ്ചയിൽ ഉപയോഗിക്കുക. ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഓരോ സാധനങ്ങളും, ഇപ്പോൾ ചക്കയുടെ ചക്കട്ടോണ്, ജാതിക്കയുടെ പുറത്തോട്ട് നിന്ന് ജാതിക്കട്ടോണ്, പുളിഞ്ചിക്കയിൽ നിന്നുണ്ടാക്കുന്ന കൊളസ്ട്രോൾ നിവാരണി, ഈ കാര്യങ്ങൾ അതിൻ്റെ ഗുണങ്ങളും അത് ഉപയോഗിക്കേണ്ട രീതിയും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളത് കണ്ടുകൊള്ളുക. ഇന്ന് ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കെല്ലാം പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. എല്ലാവരും ഇത്തരം രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യമായതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കണം ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾ വരുന്ന സമയത്ത് അന്നേരം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.